ഇന്നിവിടെ ഒരു ലോഡ് കളക്ഷൻ ഉണ്ട്. ലൈക്ക് ഒരു 50 ലക്ഷം രൂപയും കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാം. പൈസ ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. ഈ വ്ളോഗ് മിസ് വിനീത, ദിവ്യ ആൻഡ് രാധാകുമാരി കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, എടുത്തുകൊണ്ട് പോയ പകുതി പൈസയെങ്കിലും തിരിച്ചു തന്നാൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ജ്വല്ലറി വാങ്ങിക്കുന്നതായിരിക്കും. ഇനി തിരുവനന്തപുരത്തേക്കാണ്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു. ആഭരണ കടയിലെത്തിയിരുന്ന പണം 3 ജീവനക്കാരികൾ ചേർന്ന് QR കോഡിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് പ്രധാന കേസ് നിലനിൽക്കുന്നത്. കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, എന്താണ് പറയുന്നത്? എന്താണല്ലേ ആ വന്ന വരവൊക്കെ നോക്കിക്കേള്. ലോക്കൽ എന്താ മറ്റേ ഹെൽമെറ്റ് ഒന്നും അല്ല കേട്ടോ, നല്ല ഫ്രീക്ക് ഹെൽമെറ്റ് ആട്ടത്. പറയുമ്പോൾ കേസ് ഇച്ചിരി ഫ്രീക്ക് ആകുമ്പോഴേ നമ്മൾ വരുമ്പോഴും നമ്മൾ അപ്പിയർ ചെയ്യുമ്പോഴും കുറച്ച് ഫ്രീക്കായിട്ട് തന്നെ വരണം അല്ലേ. നല്ല കളർഫുൾ ഹെൽമെറ്റൊക്കെ ഇട്ട്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഇവരുടെ മുഖം എല്ലാ രീതിയിലും പല പല വീഡിയോയിലായിട്ട് ഈ നാട്ടുകാർ മൊത്തം കണ്ടിട്ടുണ്ട്. ഇനി എന്തിനാണോ ഈ ഹെൽമെറ്റൊക്കെ ഇട്ട് വന്നത് മനസ്സിലാവുന്നില്ല. ഞാൾമാറാട്ടം വല്ലതും ആണോ എന്ന് പോലും അറിയില്ല. ഏതാണെങ്കിലും ആളുകളെ പൊക്കിയതല്ല കേട്ടോ. 2-3 മാസം മുമ്പ് നടന്നൊരു കാര്യമാണ്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അവരായിട്ട് വന്ന് കീഴടങ്ങിയതാണ്. അതല്ലാണ്ട് നമ്മുടെ പോലീസോ നമ്മുടെ ക്രൈംബ്രാഞ്ചോ ഒന്നും വരെ പൊക്കിയിട്ടില്ല. കാരണം തുടക്കത്തിൽ 2-3-4 ദിവസങ്ങൾ അവർ തന്നെ വന്ന് ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ മുമ്പിൽ എല്ലാ സ്ഥലത്തും വന്ന് അവർ തന്നെ മൊഴി കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നു പല രീതിയിൽ. അതൊന്നും പൊക്കാണ്ട് പിന്നെ കേസ് ഏകദേശം തീരുമാനമായി. അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പം ട്രാൻസാക്ഷൻസ് നടന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ മുങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ പോലീസ് അന്ന് എന്ത് കിടന്ന് ഉറങ്ങുക ഇനിയൊന്ന് തമ്പുരാനറിയാം. ഇനി ഇവർ ഈ പറഞ്ഞ പൈസയൊക്കെ തട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല. ദിയയുടെ ബാക്കി എന്താ പറയുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. വീണ്ടും പുതിയ സ്റ്റാഫിനൊക്കെ അവിടെ ഹയർ ചെയ്തു എന്നുള്ളൊരു വീഡിയോ കണ്ടിരുന്നു. കുറേ സ്റ്റാഫിനൊക്കെ ഹയർ ചെയ്തു. നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പുതിയ കളക്ഷൻസും പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള 1-2 വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടു. ഏതായാലും അടിപൊളി. ആ കാര്യങ്ങളൊക്കെ അത് വഴിക്ക് നടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവം വന്നത് വളരെ നന്നായി. ഇനി 3ാമത്തെ ഒരാളും കൂടെ വരുമായിരിക്കും. ഏതായാലും ബാക്കി ന്യൂസിൻ്റെ പോർഷൻസ് കൂടെ കാണാം. നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ അവരുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി. അങ്ങനെ 69 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. എന്നാൽ കൃഷ്ണകുമാറിന്റെ മകൾക്ക് ഇവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് തള്ളി. പിന്നീട് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് മാത്രമാണ് എടുത്തത്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ ഇന്ന് ഹാജരായിട്ടുള്ള 2 പേർ, വിനീത, രാധാകുമാരി എന്നിവർ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല. ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. 3 പ്രതികളാണ് ഇതിനകത്തുള്ളത്. ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല, ഇന്ന് ഹാജരായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനീത, രാധാകുമാരി എന്നീ 2 പ്രതികൾ ഹാജരായിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം മ്യൂസിയം പോലീസ് ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ തള്ളി. അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഹാജരായിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെക്കുറിച്ച്, ഇതിന്റെ ആസൂത്രണത്തെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഈ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് എത്രത്തോളം പണം വന്നിട്ടുണ്ട്, ആ പണം എവിടെയാണ് ചിലവഴിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയും. വൈകുന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കുമെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ DSP ഷാജി പറയുകയുണ്ടായി. ഇവിടെ അഭിഭാഷകൻ മുഖേനയാണ് ഇന്ന് ഹാജരാകുമെന്ന് പോലീസിനെ അറിയിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ അന്വേഷിച്ച് വീടുകളിൽ നിന്ന് പോലീസ് പോയിരുന്നില്ല. കാരണം കോടതി നിർദ്ദേശപ്രകാരം പ്രതികളെ ഹാജരാക്കാം എന്നാണ് പറഞ്ഞത്. അതിന് ഹെൽമെറ്റൊക്കെ ധരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ പ്രതികൾ എത്തിയത്. തിരിച്ചറിയാതിരിക്കാനായി. കാരണം മാധ്യമങ്ങൾ എത്തുന്ന വിവരം അറിഞ്ഞ് അവിടെ ഉള്ളതുകൊണ്ട് മുഖം മറച്ചിട്ട് പോയത്. മുമ്പ് ഈ സംഭവം ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തായതിന് പിന്നാലെ ഈ കൃഷ്ണകുമാറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഈ പറയുന്ന അതേ പ്രതികൾ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിന് വിവിധങ്ങളായുള്ള ആരോപണങ്ങളാണ് ദിയയ്ക്കും കൃഷ്ണകുമാറിനും ദിയയുടെ ഭർത്താവിനും ഒക്കെ എതിരെ ഈ ജീവനക്കാരികൾ ഉന്നയിച്ചത്. ഇപ്പോൾ പിന്നീടാണ് വിശദമായ അന്വേഷണത്തിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവരികയും കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് കാതലായി ഉള്ളതെന്നും തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആരോപണം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നിലനിൽക്കുന്നതല്ല എന്നും കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ടാണ് കൃഷ്ണകുമാറിന് അപ്പൊ ഈ 2-3 മാസം കഴിഞ്ഞിട്ടും അവര് വന്നിട്ട് കീഴടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവര് ആദ്യത്തെ ലോക്കൽ കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് പോയി, തള്ളിപ്പോയി. അതിനുശേഷം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് പോയി. അവിടെ നിന്നും ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ നേരിട്ട് വന്ന് പോലീസിൽ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ കീഴടങ്ങുക എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. ഈ 2 കാരണം കൊണ്ട് മാത്രമാണ് അവർ വന്ന് കീഴടങ്ങിയത്. അതല്ലാണ്ട് നമ്മുടെ പോലീസ് പോയി പൊക്കിയതോ പിടിച്ചതോ ഒന്നുമല്ല. ഇവൻ ഈ വാർത്തയിൽ തന്നെ പറയുന്നത് ഹൈക്കോടതിയിൽ അവരെ അറിയിക്കേണ്ടായി, അവർ വന്ന് ഹാജരായിക്കോളാന്ന്. അതിനുശേഷം പോലീസ് അവരെ തപ്പി നോക്കിയിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 70 ലക്ഷം അല്ല 69 ലക്ഷത്തിൻ്റെ ഒക്കെ ഒരു തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞ കേസ് വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ എഫക്റ്റ് ഉള്ളൂ നമ്മുടെ നാട്ടിൽ. 2-3 ലക്ഷം ഒന്നും അല്ലല്ലോ, ഒരു 69 lakhs എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. അപ്പോൾ അത്രയും തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. അത് മാത്രമല്ല, തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ട്
ഇപ്പം ഈ വാദികളായിട്ടുള്ള ഇവരുടെ എതിരെ കേസുകൾ വന്നു. അതായത് കൃഷ്ണകുമാറിനെതിരെയും ദിയക്കെതിരെയും കൃഷ്ണകുമാർ പീഡിപ്പിക്കാൻ നോക്കിയെന്നോ തട്ടിക്കൊണ്ടുപോയിന്നോ, ദിയയുടെ ഹസ്ബൻഡ് രാത്രി മെസ്സേജ് അയച്ചു ശല്യം ചെയ്യുന്നോ, അവൻ മോശമായി പെരുമാറിയെന്നോ, ഇങ്ങനെ ഇത്രയും ഹരാസ് ചെയ്തു, ദിയ ഹരാസ് ചെയ്തു, ഇങ്ങനത്തെ കുറേ കേസുകൾ അവിടെ വന്നു. ആ കേസുകൾ പോലും ഇപ്പം അവസാന സമയത്തോട്ടാണ് ആ കേസുകൾ തള്ളിപ്പോയി. പകരം ഈ ഒരു തിരിമറി, അതായത് സാമ്പത്തിക തിരിമറി മാത്രമാണുള്ളത് എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് ഈ കേസ് എത്തിയത്. അപ്പോൾ 3 മാസം കൊണ്ട് ഒന്നും നടന്നിട്ടില്ല. ഈ 3 മാസം കൊണ്ട് ഇവർ വരും, അല്ലെങ്കിൽ ഇവരുടേതായിട്ട് സൈഡിൽ നിന്ന് ജാമ്യാപേക്ഷ കൊടുക്കുന്നുണ്ട്, തള്ളിപ്പോകുന്നുണ്ട്, അടുത്തത് കൊടുത്തു, അടുത്തത് തള്ളി, പിന്നെ കോടതിനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുന്നു, ഞങ്ങൾ തന്നെ വന്ന് ഹാജരായിക്കോളാം, പോലീസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു വരെ. എന്താല്ലേ ഇങ്ങനെയൊക്കെ നടക്കൂലേ നമ്മുടെ നാട്ടിലപ്പോൾ? ഇത്രയൊരു വലിയ എമൗണ്ട് തട്ടിപ്പോയാലേ നമുക്ക് സമയം കിട്ടും. ബാക്കിയുള്ള എല്ലാ പരിപാടികളും നോക്കി ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവസാനം പോയി കീഴടങ്ങാന്നുള്ളൊരവസ്ഥ. ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെറ്റി എന്താ പറയുക, കേസിൻ്റെ ഒക്കെ കാര്യം വരുമ്പം എത്രത്തോളം ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ടല്ലേ. ഒരു വണ്ടീൻ്റെ ടയറിൻ്റെ സൈസ് കൂടിയാൽ പോലും നമ്മുടെ MVD വീട്ടിലെത്തുന്ന കാലം, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറിൻ്റെ എണ്ണം 2 സ്റ്റിക്കർ എക്സ്ട്രാ വന്നാൽ പോലും MVD വീട്ടിലെത്തി നമ്മളെ പൊക്കി വരുന്ന, അല്ലെങ്കിൽ ഫൈൻ ഇട്ട് തരുന്ന നമ്മുടെ നാട്ടിൽ 80 അല്ലെങ്കിൽ 70 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല എന്നുള്ള തോന്നലുണ്ട്. ഇനി അതല്ല, അതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടായാലും ഇവർക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? മറ്റേ കൃഷ്ണകുമാർ BJP-കാരനാണ്, അയാളെ തഴയുന്നുണ്ടോ പോലീസ്? അതായത് നമ്മുടെ പിണറായിയുടെ പോലീസാണ്, ക്രൈംബ്രാഞ്ചാണ്, അവർ തഴയുന്നുണ്ടോ? ആ രീതിയിൽ വരെ ആൾക്കാർ സംസാരിച്ചിരുന്നിട്ടു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇന്ന് ജനൻ TV വന്നിട്ടുള്ളൊരു വാർത്ത ഉണ്ട്. ജനൻ TV വീണ്ടും ഊന്നി അതിലോട്ടാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. അതായത് BJP നേതാവ് ആയതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് പുള്ളിയുടെ കേസായതുകൊണ്ട് ആരും അത്ര കാര്യമാക്കിയില്ല, മറ്റ് പല രാഷ്ട്രീയ സപ്പോർട്ടുകൾ ഇതിനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇന്ന് ഇത് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു വാർത്തയുടെ ക്ലിപ്പ് നോക്കിട്ട് നിങ്ങൾ. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. ഹൈക്കോടതി വിധി എതിരായതിനെ തുടർന്നാണ് ഇവർ രണ്ടുപേരും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുന്നത്. വലിയ രീതിയിൽ വിവാദമായ ഒരു കേസാണ്. 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന വലിയ വിവാദമായ ഒരു കേസാണ്. കേസിൽ മ്യൂസിയം പോലീസ് ആദ്യം കേസെടുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഇതിൽ അന്വേഷണം തന്നെ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നായാലും ശരി, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നായാലും ശരി ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ്, അതായത് ജാമ്യഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. ഇപ്പോൾ സ്വമേധയാ കീഴടങ്ങുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 പേർ, വിനീത രാധാകുമാരി എന്ന 2 പേർ, ആ 2 പേരാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. ഇതുവരെയും മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യപരിശോധന ശേഷം വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കും. കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളുണ്ടാവും. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇങ്ങനെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. വലിയ വിവാദമായ ഒരു കേസ് മാത്രമല്ല, ഈ കേസ് ജീവനക്കാരികൾ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു. അതിനുശേഷം ഈ വിഷയം പരാതിയായി ഉന്നയിക്കുമ്പോൾ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകുന്ന അടക്കമുള്ള കേസുകളിൽ ഒരു കൗണ്ടർ കേസ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൗണ്ടർ കേസിൽ പോലീസ് സ്വീകരിച്ച സമീപനം ഈ കൃഷ്ണകുമാറിനെയും മകളെയും അടക്കം വിളിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും വലിയ രീതിയിൽ പോലീസിന്റെ പീഡനങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ 3 ജീവനക്കാരികൾ, അതായത് കുറ്റക്കാരായ 3 ജീവനക്കാരികൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും ജില്ലാ കോടതി ആദ്യം ജാമ്യഹർജി തള്ളി, മുൻകൂർ ജാമ്യഹർജി തള്ളി. തുടർന്ന് ഹൈക്കോടതിയും മുൻകൂർ ജാമ്യഹർജി തള്ളിയിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ 2 പേർ, വിനീത രാധാകുമാരി എന്ന 2 പേര്, ഒരു ജീവനക്കാരി കൂടിയുണ്ട്, ദിവ്യ എന്നാണ് ജീവനക്കാരുടെ പേര്. ദിവ്യ കൂടി അറസ്റ്റ് ചെയ്യാനിരിക്കുന്നു. എന്തായാലും ജാമ്യഹർജി കൂടി തള്ളിയ സാഹചര്യത്തിലാണ് ഇരുവരും എത്തിയത്. അതിനാടകമായ രീതിയിലായിരുന്നു കീഴടങ്ങൽ ഉണ്ടായത്. ഹെൽമറ്റ് അടക്കം വെച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. എത്തി സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു ഈ 2 ജീവനക്കാരികൾ. എന്തായാലും ജീവനക്കാരികളെ സംരക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വേണം ഈ കീഴടങ്ങൽ നടക്കുമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം വളരെ ഉദാസീനതമായുള്ള സമീപനമാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്യാനൊന്നും തയ്യാറായിരുന്നില്ല. ഏതായാലും ഈ ജീവനക്കാരികൾ തന്നെ വന്ന് കീഴടങ്ങുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളാണ്. 69 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളാണ് ഇവർ. കേട്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് ജനൻ TVയുടെ ഒരു പ്രഡിക്ഷൻ, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെയാണ് അവർ തീരുമാനിക്കുന്നത്. ഏതാണെങ്കിലും 2 പേരെ ഹാജരായിട്ടുള്ളൂ. ഇനി 3-മത്തെ ഒരാൾ ഇപ്പോഴും പെൻഡിങ് ആണ്. ഈ 3-മത്തെ ആൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയായിട്ട് വന്നിട്ടുമില്ല. അപ്പം ഇനിയിപ്പം അവർ വരുന്നവരെ നമ്മുടെ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ക്രൈംബ്രാഞ്ച് കാത്തു നിൽക്കുമായിരിക്കും. അവർ വന്ന് അവരുടെ സൗകര്യത്തിനൊക്കെ അവർ വരട്ടെ, എന്നിട്ടൊക്കെ അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കേസ് അന്വേഷിക്കാം. ഏതായാലും വന്ന 2 ആൾക്കാരെ എന്താ പറയുക, ഇന്ന് വൈകിട്ട് കേസിട്ട് ചോദ്യം ചെയ്യലും ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. തട്ടിപ്പ് നടന്നെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്, പോലീസിന് ഉറപ്പാണ്, ക്രൈംബ്രാഞ്ചിന് ഉറപ്പാണ്, നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. കാരണം ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ എത്രയൊക്കെ വെച്ച് തട്ടി എന്നുള്ള, അല്ലെങ്കിൽ ഈ തട്ടി പണം എവിടെയൊക്കെ അവർ ഷിഫ്റ്റ് ചെയ്തു മാറ്റി എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനി കൂടുതലും പോലീസ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവരുടെ കേസും കാര്യങ്ങളും, ഇവരുടെ ജയിൽവാസവും
ബാക്കി തട്ടിയ പൈസ തിരിച്ചു കൊടുക്കേണ്ട കുറേ പരിപാടികളുണ്ടല്ലോ ഇതിൽ. ഏതായാലും ഇതിൻ്റെ ഇടക്ക് ദിയയുടെ പ്രസവവും കഴിഞ്ഞ് കൊച്ചിൻ്റെ നൂലുകെട്ടും ചോറൂടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടെങ്കിലും നമ്മൾ എന്താ പറയുക, പോലീസിനെ ചെറുതാക്കി പറയുക അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിനെ ചെറുതാക്കി പറയുമെന്നല്ല കേട്ടോ. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും മാസങ്ങൾ ഇവർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് ഇവർ നിന്നുപോയല്ലോ, അല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ നിന്ന് അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മളെ നാട്ടിലെ പോലീസിനോ അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് പോകുന്നത്. ഇനി വേറെ ആർക്കും ഇപ്പം എന്തും ചെയ്യാമല്ലോ. ഇപ്പം ഇത്രയും ഫെയിമുള്ള അല്ലെങ്കിൽ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഈ ഒരു കേസ് വന്നിട്ട് പോലും ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു തട്ടിപ്പ് നടത്തിപ്പോയി കഴിഞ്ഞാൽ ആര് ഇതിൻ്റെ പിന്നാലെ പോകണം, ആര് കാണുന്നു, ഇവരൊക്കെ തിരിച്ചു വരുന്നുണ്ടോ, ഈ പൈസ പോയതിന് കിട്ടുന്നുണ്ടോ, അതൊക്കെ ചിന്തിക്കേണ്ടതായിരിക്കുമല്ലോ. സത്യമല്ലേ അതൊക്കെ?